മനസാക്ഷിയുള്ള ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത വാർത്തകളാണ് തൃശൂർ എടക്കഴിയൂരിൽ നിന്നും പുറത്തുവരുന്നത്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു യുവതിയെയും പിഞ്ചുകുഞ്ഞിനെയും മരണത്തിന് വിട്ടുകൊടുത്ത ക്രൂരതയ്ക്ക് കേരളം സാക്ഷിയായിരിക്കുന്നു. 37 വയസ്സുകാരിയായ മുഹ്സിനയുടെയും ജനിച്ചു 6-ാം ദിവസം മരിച്ച അവളുടെ പിഞ്ചുകുഞ്ഞിന്റെയും വേർപാട് കേവലം ഒരു മരണം മാത്രമല്ല, അതൊരു കൊലപാതകമാണ്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു മുഹ്സിന തന്റെ 7ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത്. എന്നാൽ ആ കുഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു. പ്രസവത്തിന് ശേഷം മുഹ്സിനയുടെ ആരോഗ്യനില വല്ലാതെ മോശമാവുകയും അണുബാധയേൽക്കുകയും ചെയ്തിട്ടും ആധുനിക ചികിത്സ നൽകാൻ ഭർത്താവ് ഇബ്രാഹിം തയ്യാറായില്ല. അക്യുപഞ്ചർ പോലുള്ള രീതികൾ മാത്രം മതിയെന്ന ഇയാളുടെ ശാഠ്യമാണ് ആ യുവതിയുടെ ജീവൻ അപകടത്തിലാക്കിയത്. ഒടുവിൽ ബന്ധുക്കൾ നിർബന്ധപൂർവം ആശുപത്രിയിലെത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല. ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. ഇത് ഏത് മതമാണ് പഠിപ്പിക്കുന്നത്? ഒരു മതവും ചികിത്സ നിഷേധിക്കാനോ മനുഷ്യജീവൻ അപകടത്തിലാക്കാനോ പറയുന്നില്ല. ഇത് വിശ്വാസമല്ല, മറിച്ച് തലയ്ക്ക് പിടിച്ച ഭ്രാന്താണ്. ഇതുപോലുള്ള നരാധമന്മാർക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണം. ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടും ഈ കുടുംബത്തെ എന്തുകൊണ്ട് ആരും സഹായിച്ചില്ല? ഇത്തരം സാഹചര്യങ്ങളിൽ മൗനം